നിങ്ങൾ എത്ര വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ മുഖത്തെ കുരുക്കളും പാടുകളും മാറുന്നില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തോ വല്ലാത്ത ക്ഷീണവും തളർച്ചയും നിങ്ങൾക്കനുഭവപ്പെടാറുണ്ടോ? ചർമ്മത്തിന് യാതൊരു തിളക്കവുമില്ല, മുടി കൊഴിയുന്നു, വയറ്റിനുള്ളിൽ എപ്പോഴും എന്തൊക്കെയോ അസ്വസ്ഥതകൾ. ഇതിനെല്ലാം കാരണം നിങ്ങൾ പുറമേ പുരട്ടുന്ന ക്രീമുകളുടെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ചർമ്മം തിളങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകിയ ഏറ്റവും വലിയ അത്ഭുത മരുന്നാണ് വെള്ളം. എന്നാൽ ഈ വെള്ളം കുടിക്കുന്നതിൽ എന്ത് രഹസ്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. വെറുതെ ദാഹിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, അത്രയല്ലേ ഉള്ളൂ എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സത്യമതല്ല. വെള്ളം വെറുമൊരു ദ്രാവകമല്ല, അത് ജീവനാണ്. ശ്രീബുദ്ധൻ ഉൾപ്പെടെയുള്ള പ്രാചീനകാലത്തെ മഹത്തുക്കൾ വെള്ളം കുടിക്കുന്നതിന് ചില പ്രത്യേക ചിട്ടകൾ പറഞ്ഞിട്ടുണ്ട്. തിളങ്ങുന്ന ചർമ്മം ലഭിക്കുന്നതിനും പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നതിനും ദിവസവും 3 ലിറ്റർ വെള്ളം എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം, എന്താണ് ബുദ്ധൻ പറഞ്ഞ ആ വലിയ രഹസ്യം എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. അതിനാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. നമുക്ക് ആദ്യം ബുദ്ധൻ പറഞ്ഞ ആ രഹസ്യത്തിലേക്ക് വരാം. ബുദ്ധമത തത്വങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പൂർണ്ണമായ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതിനെ മൈൻഡ്ഫുൾനെസ് എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും ജീവൻ നൽകുന്നത് ജലമാണ്. ദാഹിച്ച് വലയുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളമെടുത്ത് ഒറ്റവലിക്ക് കുടിച്ചു തീർക്കും. എന്നാൽ ഇത് ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. വെള്ളം കുടിക്കുന്നത് ഒരു ധ്യാനം പോലെ ആയിരിക്കണമെന്നാണ് ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കൈകളിലെ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കുക, അതിനോട് നന്ദി കാണിക്കുക. ശേഷം സാവധാനം ഒരിറക്ക് വെള്ളം കുടിക്കുക. ആ വെള്ളം നിങ്ങളുടെ വായിലേക്കിറങ്ങുന്നതും തൊണ്ടയിലൂടെ കടന്നുപോകുന്നതും ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും അത് ജീവൻ പകരുന്നതും നിങ്ങൾ അനുഭവിച്ചറിയണം. ഓരോ സിപ്പ് വെള്ളവും ശരീരത്തിന് നൽകുന്ന ഊർജ്ജത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരായിരിക്കുക. ഇത്തരത്തിൽ ശ്രദ്ധയോടെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് വളരെ വേഗത്തിൽ കുറയുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയമായി തോന്നാം, എന്നാൽ നമ്മുടെ മാനസികാവസ്ഥയും ചർമ്മവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് മുഖക്കുരുവിനും ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ ബുദ്ധൻ പറഞ്ഞതുപോലെ സാവധാനം ശ്രദ്ധയോടെ വെള്ളം കുടിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയും മുഖത്തെ ചുളിവുകൾ മാറി ചർമ്മത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ദിവസവും 3 ലിറ്റർ വെള്ളം തന്നെ കുടിക്കണം എന്ന് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന്റെ 60% വെള്ളമാണ്. രക്തം, പേശികൾ, തലച്ചോറ്, ചർമ്മം തുടങ്ങി ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് വെള്ളം അത്യാവശ്യമാണ്. നമ്മൾ ശ്വസിക്കുമ്പോഴും വിയർക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴുമെല്ലാം ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. ഇത് നികത്താൻ പ്രതിദിനം ശരാശരി 3 ലിറ്റർ വെള്ളം ഒരു പ്രായപൂർത്തിയായ വ്യക്തി നിർബന്ധമായും കുടിക്കേണ്ടതുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വൃക്കകൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ആവശ്യമാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ രക്തത്തിൽ തന്നെ തങ്ങി നിൽക്കും. ഈ വിഷാംശങ്ങൾ പിന്നീട് പുറത്തുവരാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളിലൂടെയാണ്. ഇതാണ് പലർക്കും മുഖക്കുരു, അലർജി, കറുത്ത പാടുകൾ എന്നിവയായി മാറുന്നത്. നിങ്ങൾ ദിവസവും 3 ലിറ്റർ വെള്ളം കൃത്യമായി കുടിച്ചു തുടങ്ങുമ്പോൾ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പൂർണ്ണമായും പുറന്തള്ളപ്പെടുന്നു. അതോടെ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധമായ രക്തം കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മം ഉള്ളിൽ നിന്ന് തന്നെ തിളങ്ങാൻ തുടങ്ങും. എത്ര വലിയ വില കൊടുത്ത് ക്രീമുകൾ വാങ്ങി പുരട്ടിയാലും കിട്ടാത്ത ഗ്ലോ നിങ്ങൾക്ക് വെറും വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുന്നതിലൂടെ ലഭിക്കും. ഇതിന് യാതൊരു പണച്ചെലവുമില്ല എന്നതും ഓർക്കുക. ചർമ്മത്തിന് പ്രായം തോന്നാതിരിക്കാൻ ഏറ്റവും മികച്ച മാർഗം ജലപാനമാണ്. ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി അഥവാ അയവ് നിലനിർത്തുന്നത് കൊളാജൻ എന്ന പ്രോട്ടീനാണ്. ഈ കൊളാജൻ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിൽ നല്ലതുപോലെ ജലാംശമുണ്ടായിരിക്കണം. വരണ്ട ചർമ്മമുള്ളവരിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ കൃത്യമായി വെള്ളം കുടിക്കുന്നവരുടെ ചർമ്മം എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കും. ഇത് ചുളിവുകൾ വരുന്നത് തടയുകയും നിങ്ങളെ എപ്പോഴും ചെറുപ്പമായി കാണിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറാനും ചുണ്ടുകൾ വരണ്ടു പൊട്ടാതിരിക്കാനും ഏറ്റവും മികച്ച പരിഹാരം കൂടിയാണ് കൃത്യമായ അളവിലുള്ള ഈ ജലപാനം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം എപ്പോൾ കുടിക്കണം എന്നതാണ്. 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് കരുതി അത് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം എന്നല്ല അതിനർത്ഥം. ഇതിന് കൃത്യമായ സമയക്രമമുണ്ട്. ഒന്നാമതായി, രാവിലെ എഴുന്നേറ്റയുടനെ വെള്ളം കുടിക്കുക. ഇതിനെ ആയുർവേദത്തിൽ ഉഷപ്പാനം എന്നാണ് പറയുന്നത്. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നതിനു മുൻപായി 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിൽ
ധാരാളം എൻസൈമുകളും നല്ല ബാക്ടീരിയകളും അടങ്ങിയിട്ടുണ്ട്. പല്ല് തേയ്ക്കുന്നതിനു മുൻപ് വെള്ളം കുടിക്കുമ്പോൾ ഈ ഉമിനീർ ആമാശയത്തിലേക്കെത്തുകയും ഇത് ദഹനപ്രക്രിയയെ വളരെ മികച്ചതാക്കുകയും ചെയ്യുന്നു. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന വെള്ളം ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാനും ഉപാപചയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സഹായിക്കും. ഇത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും ചർമ്മം വളരെ ക്ലിയറാകാനും സഹായിക്കും. രണ്ടാമതായി, ഭക്ഷണത്തിനു മുൻപും പിൻപും വെള്ളം കുടിക്കുന്ന രീതി. ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടുമുൻപും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉടനെയും കൂടുതൽ വെള്ളം കുടിക്കരുത് എന്നാണ്. നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ദഹനരസങ്ങളുണ്ട്. ഇതിനെ ജഠരാഗ്നി എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാൽ ഈ ദഹനരസങ്ങൾ നേർത്തുപോവുകയും ജഠരാഗ്നി കെട്ടുപോവുകയും ചെയ്യും. ഇത് വലിയ രീതിയിലുള്ള ദഹനക്കേടിന് കാരണമാകും. ദഹനം ശരിയായി നടന്നില്ലെങ്കിൽ ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയില്ല. ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുകയും മുഖത്ത് കുരുക്കൾ വരാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 3/4 മണിക്കൂറിന് ശേഷമോ മാത്രം ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ മാത്രം വളരെ കുറച്ച് വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കാവുന്നതാണ്. മൂന്നാമതായി, പകൽ സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വ്യായാമം ചെയ്യുന്നതിന് മുൻപും പിൻപും നിർബന്ധമായും വെള്ളം കുടിച്ചിരിക്കണം. കാരണം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ജലാംശം അപ്പോൾ തന്നെ ശരീരത്തിന് തിരികെ നൽകേണ്ടതുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് ധാരാളം വെള്ളം കുടിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കുക. ഇത് രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ട അവസ്ഥയുണ്ടാക്കുകയും നിങ്ങളുടെ ഉറക്കം കെടുത്തുകയും ചെയ്യും. നല്ല ഉറക്കം ചർമ്മത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉറക്കമില്ലായ്മ കണ്ണിന് താഴെ കറുപ്പ് വീഴാനും മുഖം വാടാനും കാരണമാകും. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ അന്ന് കുടിക്കേണ്ട വെള്ളം കുടിച്ചു തീർക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. വെള്ളം എപ്പോൾ കുടിക്കണം എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി വെള്ളം എങ്ങനെ കുടിക്കണം എന്ന് നോക്കാം. ഇതിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. പലരും വളരെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് ഒറ്റവലിക്ക് വെള്ളം കുടിക്കുന്നത് കാണാം. ഇത് പൂർണ്ണമായും തെറ്റായ രീതിയാണ്. എപ്പോഴും ശാന്തമായി ഇരുന്നുകൊണ്ട് മാത്രം വെള്ളം കുടിക്കുക. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ആമാശയത്തിന്റെ താഴത്തെ ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ പതിക്കുകയും ഇത് ആമാശയ ഭിത്തികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, നിന്നുകൊണ്ട് കുടിക്കുമ്പോൾ വൃക്കകൾക്ക് ഈ വെള്ളത്തെ ശരിയായി ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇത് ഭാവിയിൽ സന്ധിവേദനകൾക്കും വൃക്ക സംബന്ധമായ മറ്റ് രോഗങ്ങൾക്കും കാരണമാകാം. അതിനാൽ എപ്പോഴും ശാന്തമായി ഒരിടത്തിരുന്ന് സാവധാനം മാത്രം വെള്ളം കുടിക്കുക. അടുത്തത്, വെള്ളം എങ്ങനെ വിഴുങ്ങണം എന്നതാണ്. ഗ്ലാസിൽ നിന്ന് വെള്ളം വായിലേക്കെടുത്ത് ഉടനെ വിഴുങ്ങരുത്. വായിൽ കുറച്ചു നേരം വെച്ച് ഉമിനീരുമായി നല്ലപോലെ കലർത്തി വേണം വിഴുങ്ങാൻ. സിപ്പ് ചെയ്ത് കുടിക്കുക എന്നതാണ് ഏറ്റവും ശരിയായ രീതി. നമ്മുടെ ആമാശയത്തിലെ ആസിഡുകളെ നിർവീര്യമാക്കാൻ ഉമിനീരിന് പ്രത്യേക കഴിവുണ്ട്. ഇങ്ങനെ ഉമിനീരുമായി കലർന്ന വെള്ളമുള്ളിലെത്തുമ്പോൾ ദഹനസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അസിഡിറ്റിയും പൂർണ്ണമായും മാറും. വയറ് ക്ലിയറാകുമ്പോൾ താനെ നിങ്ങളുടെ മുഖത്തും ആ തിളക്കം വന്നു തുടങ്ങും. മറ്റൊരു പ്രധാന കാര്യം വെള്ളത്തിന്റെ താപനിലയാണ്. ഫ്രിഡ്ജിൽ വെച്ച ഐസ് വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. അതിശൈത്യമുള്ള വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും ചെയ്യും. ഹൃദയമിടിപ്പ് കുറയാനും ഇത് കാരണമാകും. എപ്പോഴും ശരീരത്തിന്റെ ഊഷ്മാവിന് സമാനമായ വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇളം ചൂടുവെള്ളം ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും. രക്തയോട്ടം വർദ്ധിക്കുന്നത് ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകും. കളിമൺ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വെള്ളത്തിന് സ്വാഭാവികമായ തണുപ്പ് നൽകുകയും മണ്ണിലെ ധാതുക്കൾ വെള്ളത്തിൽ കലരുകയും ചെയ്യും. ഇത് ശരീരത്തിന് ഇരട്ടി ഗുണം നൽകും. ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നത് പലർക്കും ഒരു വലിയ ടാസ്കായി തോന്നാം. എന്നാൽ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ ഒരു ശീലമാക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അന്ന് കുടിക്കേണ്ട 3 ലിറ്റർ വെള്ളം ഒരു കുപ്പിയിലോ ജഗ്ഗിലോ മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ദിവസം മുഴുവൻ നിങ്ങൾ എത്രമാത്രം വെള്ളം കുടിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ടേബിളിൽ എപ്പോഴും കാണുന്ന രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ വയ്ക്കുക. ഫോണിൽ അലാറം വെച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ആപ്പുകൾ ഉപയോഗിച്ചോ ഈ ശീലം വളർത്തിയെടുക്കാം. ഇടയ്ക്കിടെ കുറച്ചായി വെള്ളം കുടിക്കുക. ദാഹം വരുന്നതുവരെ കാത്തിരിക്കരുത്. ദാഹം അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേറ്റഡായി തുടങ്ങി എന്നതിന്റെ ലക്ഷണമാണ്. അതിനാൽ ദാഹമില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. വെറും വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഇൻഫ്യൂസ്ഡ് വാട്ടർ പരീക്ഷിക്കാവുന്നതാണ്. ഒരു കുപ്പി വെള്ളത്തിൽ കുറച്ച് നാരങ്ങാ കഷ്ണങ്ങൾ, പുതിനയില, കുക്കുംബർ എന്നിവ ഇട്ടുവെക്കുക. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ വെള്ളം കുടിക്കാം. ഇതിൽ യാതൊരുവിധ മധുരവും ചേർക്കേണ്ടതില്ല. ഇത്തരത്തിൽ കുടിക്കുന്നത് വെള്ളത്തിന് നല്ലൊരു രുചി നൽകുക മാത്രമല്ല, ഈ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ജീവകങ്ങൾ ശരീരത്തിന് ലഭിക്കാനും സഹായിക്കും.
വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ ചർമ്മത്തിന് തിളക്കം നൽകാനും പാടുകൾ മാറ്റാനും വളരെ മികച്ചതാണ്. അതുപോലെ പുതിന ശരീരത്തിന് തണുപ്പ് നൽകുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും. കുക്കുംബർ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. ചർമ്മം തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും ഇത്തരത്തിലുള്ള ഇൻഫ്യൂസ്ഡ് വാട്ടർ കുടിക്കുന്നത് വളരെ പെട്ടെന്ന് റിസൾട്ട് നൽകും. ചർമ്മം തിളങ്ങാൻ മാത്രമല്ല, നിങ്ങളുടെ തലമുടി കൊഴിച്ചിൽ നിൽക്കാനും ഇത് സഹായിക്കും. മുടിയുടെ വേരുകൾക്കാവശ്യമായ ഈർപ്പം ലഭിക്കുമ്പോൾ മുടി പൊട്ടിപ്പോകുന്നത് കുറയുകയും കൂടുതൽ ഉള്ളോടെ വളരുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനുകളും മിനറലുകളും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് രക്തത്തിലൂടെയാണ്. ഈ രക്തം ശുദ്ധമായിരിക്കണമെങ്കിൽ നല്ലപോലെ വെള്ളം കുടിച്ചേ തീരൂ. എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും നല്ല ഉന്മേഷം തോന്നാനും കൃത്യമായ ജലപാനം നിങ്ങളെ സഹായിക്കും. ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ തലച്ചോറിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തലമുടി മുതൽ കാൽനഖം വരെ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ജലം. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു മാന്ത്രിക വിദ്യയാണ്. വിശപ്പും ദാഹവും തലച്ചോറിലെ ഒരേ ഭാഗത്താണ് അനുഭവപ്പെടുന്നത്. പലപ്പോഴും ശരീരത്തിന് ദാഹിക്കുമ്പോൾ നമ്മളത് വിശപ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും അനാവശ്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അതിനാൽ എപ്പോഴും വെള്ളം കുടിച്ച് ശരീരത്തെ ഹൈഡ്രേറ്റഡായി നിലനിർത്തുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കും. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നത് ഒരു മരുന്നായി കാണാതെ അത് നിങ്ങളുടെ ശരീരത്തോടുള്ള ഒരു സ്നേഹപ്രകടനമായി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നാളെ മുതൽ നിങ്ങൾ ഈ ശീലം തുടങ്ങാൻ പോവുകയാണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിലയേറിയ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നിങ്ങൾ കൃത്യമായി നൽകുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ബുദ്ധൻ പറഞ്ഞതുപോലെ തികഞ്ഞ ശ്രദ്ധയോടെയും നന്ദിയോടെയും ഓരോ സിപ്പ് വെള്ളവും ആസ്വദിച്ചു കുടിക്കുക. ഇരുന്നു കുടിക്കുക. ഉമിനീരുമായി കലർത്തി സാവധാനം വിഴുങ്ങുക. ഭക്ഷണത്തിനു മുൻപും പിൻപുമുള്ള ഇടവേളകൾ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം പൂർണ്ണമായി ഒഴിവാക്കി ഇളം ചൂടുവെള്ളമോ സാധാരണ ഊഷ്മാവിലുള്ള വെള്ളമോ കുടിക്കുക. രാവിലെ ഉണരുമ്പോൾ തന്നെ ഉഷഃപാനം ശീലമാക്കുക. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ലളിതമായ ചിട്ടകൾ 1 മാസം അടുപ്പിച്ച് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിൽ വരുന്ന മാറ്റവും തിളക്കവും ശരീരത്തിനുണ്ടാകുന്ന ഉന്മേഷവും മാനസികമായ ശാന്തതയും നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. പുറമേയുള്ള സൗന്ദര്യമെന്നത് എപ്പോഴും ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുഖവും തിളങ്ങാൻ തുടങ്ങും. ആരോഗ്യകരമായ ഈ ശീലം ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ.